പിറ്റേന്ന് രാവിലെ അഭിനവ് ഒരുങ്ങി നേരെ പ്രോട്ടോൺ പബ്ലിഷേഴ്സിന്റെ ഓഫീസിലേക്ക് പോയി. ആ കമ്പനിയുടെ ബിൽഡിംഗ് അഭിനവ് പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു. ബിൽഡിംഗ് കണ്ടപ്പോൾ അഭിനവന്റെ മനസ്സിൽ അച്ഛനോടുള്ള ബഹുമാനം വർദ്ധിച്ചു. ഈ സമയത്ത് തൻ്റെ അച്ഛൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവൻ ചിന്തിച്ചു. അഭിനവ് വാതിലൂടെ അകത്ത് കടന്ന് കോറിഡോറിലൂടെ നടന്നു. മനോഹരമായി ഇന്റീരിയർ ചെയ്ത ഒരു ഓഫീസ് മുറിയായിരുന്നു അത്. അവൻ്റെ കണ്ണുകൾ അവിടെ എല്ലാം ഓടി നടന്നു. അത് വളരെ വലിയൊരു കമ്പനിയായിരുന്നു. അവിടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് അവൻ കേട്ടത്. അഭി നേരെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ചെന്നു. അവിടെ ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്, അവൻ ആ പെൺകുട്ടിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു. അവൾ ഒരു നിമിഷം ഒന്ന് കൈകൊണ്ട് കാണിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നത് തുടർന്നു. അഭിക്ക് അത് കണ്ടപ്പോൾ വല്ലായ്ക തോന്നി. അല്പസമയത്തിന് ശേഷം ഫോൺ കട്ടാക്കിക്കൊണ്ട് അവൾ അഭിയെ നോക്കി. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ? മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എൻ്റെ പേര് അഭിനവ് രജ. അഭിനവ് തൻ്റെ യഥാർത്ഥ പേര് പറയുന്നതിന് മുൻപ് അവന് കഴിഞ്ഞ രാത്രി ലഭിച്ച ഓഫർ ലെറ്റർ ഓർമ്മ വന്നു. അതിൽ വിക്രം അഭിനവിൻ്റെ കുടുംബ പേര് രജപുത്രയിൽ നിന്ന് വർമ്മയാക്കി മാറ്റിയിരുന്നു. ആരും അഭിനവിനെ പെട്ടെന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് വിക്രം അങ്ങനെ ചെയ്തത്. അങ്ങനെ അഭിനവ് തൻ്റെ തെറ്റുതിരുത്തി ആ പെൺകുട്ടിയോട് പറഞ്ഞു, എൻ്റെ പേര് അഭിനവ് വർമ്മ എന്നാണ്. ഞാനിവിടെ അഭിനവ് തൻ്റെ വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടി ഇടയിൽ കയറി. ഓ, നിങ്ങളാണോ അഭിനവ് വർമ്മ, ന്യൂ ജോയിനി? സെക്രട്ടറി പോസ്റ്റിന് വേണ്ടിയാണല്ലേ? അവൾ ചോദിച്ചു. ആ അതെ, ഞാൻ തന്നെയാണത്. അഭി പുഞ്ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പെൺകുട്ടി തലയാട്ടി. ശരി, ഇവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് 10ാം നിലയിലേക്ക് പോകണം. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വലതുവശത്തുള്ള ആദ്യത്തെ റൂമാണ് നിന്റെ ഓഫീസ്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഓഫീസ് സെക്രട്ടറിമാരുടെയും ഹെഡിനെ നിനക്ക് അവിടെ ചെന്നാൽ മീറ്റ് ചെയ്യാൻ പറ്റും. പെൺകുട്ടി കൃത്യമായി അഭയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അഭിനവ് ആ പെൺകുട്ടിയോട് നന്ദി പറഞ്ഞ് ലിഫ്റ്റിലേക്ക് നടന്നു. അവൻ ലിഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന മറ്റാളുകൾ അവനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് അഭിക്ക് മനസ്സിലായില്ല. വളരെ അലസമായിട്ടാണ് അവരെല്ലാം അവിടെ ഇരിക്കുന്നതെന്ന് അഭിനവിന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു. അഭിനവ് അതിൽ കയറി 10ാം നിലയിലെത്തി. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കിയപ്പോൾ കോറിഡോറിൽ ആരുമില്ല എന്ന് അഭി കണ്ടു. കമ്പനിയിലെ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്നവരെല്ലാം ഈ നിലയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം ആരെയും പുറത്തേക്ക് കാണാത്തതെന്ന് അവൻ ചിന്തിച്ചു. അഭിനവ് വലതുവശത്തുള്ള ക്യാബിനിലേക്ക് നടന്നു. അവൻ ക്യാബിൻ്റെ വാതിൽ മുട്ടി. പക്ഷെ അകത്തു നിന്ന് ഒരു മറുപടിയും കേട്ടില്ല. അവൻ ഒന്നുകൂടെ കൂടുതൽ ശക്തമായി വാതിൽ മുട്ടി. പക്ഷെ അപ്പോഴും അകത്തു നിന്ന് മറുപടി ഉണ്ടായില്ല. ഇത് കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു. അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. സെക്രട്ടറിയും ഓവറോൾ ഹെഡും എല്ലാം ഇവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ആരുമില്ലാത്ത മട്ടാണ്. കുറച്ചു നേരം കൂടി അവൻ പുറത്ത് കാത്തുനിന്നു. എന്നാൽ അകത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ പതിയെ ലോക്കൊന്ന് തിരിച്ചു നോക്കി. ഉടനെ വാതിൽ തുറന്നു. വാതിൽ തുറന്നതും അകത്ത് നടക്കുന്ന കാര്യം കണ്ട് അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. അകത്ത് വളരെ ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. മുറി സൗണ്ട് പ്രൂഫ് ആയതിനാൽ അകത്തെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അത് വലിയൊരു ഹാളായിരുന്നു. അതിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇരുട്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ വില കൂടിയ ഫാൻസി ലൈറ്റുകൾ ഉണ്ടായിരുന്നു. മനോഹരമായ ആ ഹാളിൽ പലയിടത്തും മദ്യക്കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും ചിതറിക്കിടന്നിരുന്നു. അകത്തുണ്ടായിരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ആ ഉച്ചത്തിലുള്ള സംഗീതത്തിൽ എല്ലാം മറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. ഈ ഓഫീസിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അഭിനവിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും വാതിലിൽ നിന്ന് പുറത്തേക്ക് നോക്കി. താനൊരു ഓഫീസിലാണോ അതോ വല്ല ക്ലബിലുമാണോ എന്ന് അഭി ചിന്തിച്ചുപോയി. ഒടുവിൽ അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കടന്നു. അഭിനവ് അകത്തേക്ക് വന്ന കാര്യം ആരും അറിഞ്ഞില്ല. എല്ലാവരും അവിടെ നടക്കുന്ന പാർട്ടിയിൽ മുഴുകിയിരുന്നു. അഭിനവ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഒരു കാഴ്ചയിൽ തറഞ്ഞു. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഓഫീസ് ടേബിളിലിരുന്ന് പരസ്പരം ചുംബിക്കുന്നു. അവൻ വളരെ വ്യക്തമായി തന്നെ അത് കണ്ടു. തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടി നിർമ്മിച്ച കമ്പനിയിലെ ഉയർന്ന പോസ്റ്റിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അധപ്പതിച്ച രീതിയിൽ പെരുമാറുന്നത് അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഹാവ് ദിസ് ഹണി, ഒരാൾ ബിയർ ബോട്ടിൽ ഒരു പെൺകുട്ടിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്. മറ്റുള്ളവർ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുന്നു. വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആ ക്യാബിൻ ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. അവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും വിചാരം ഇതൊരു ക്ലബ്ബാണെന്നാണ് എന്ന് അഭിക്ക് തോന്നി. ഇനിയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. എത്രയും പെട്ടെന്ന് എല്ലാം നിർത്താൻ അവൻ ആഗ്രഹിച്ചു. അവൻ ചുറ്റിനും തിരഞ്ഞ്
അപ്പോഴാണ് പാട്ട് വെച്ചിരിക്കുന്ന സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗ് അവൻ കാണുന്നത്. പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ ആ സ്വിച്ച് ഓഫ് ചെയ്തു. പെട്ടെന്ന് പാട്ട് ഓഫായതും എല്ലാവരും സ്വബോധത്തിലേക്ക് വന്നു. ആരുടെ പാട്ട് നിർത്തിയത്? ഒരാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അബി അയാൾ പറഞ്ഞത് കേട്ട് യാതൊരു കൂസലുമില്ലാതെ കൈകൾ കെട്ടി നിന്നു. മേശപ്പുറത്തൊരു പെൺകുട്ടിയെ ചുംബിച്ചുകൊണ്ടിരുന്നയാൾ മേശയിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. അവന്റെ കണ്ണുകൾ മൂലയിൽ നിൽക്കുന്ന അഭിനവിൽ പതിഞ്ഞു. അവൻ ദേഷ്യത്തോടെ അഭിനവിന്റെ അടുത്തേക്ക് നടന്നു. ആരാടാ നീ? നിന്നോടാരാ ഇതിന്റെ അകത്ത് കയറി വരാൻ പറഞ്ഞത്? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും അബി അവനെ ഒന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ആദ്യം നീ ആരാണെന്ന് പറ, എന്നിട്ട് മതി ചോദ്യം ചെയ്യൽ, അബി പറഞ്ഞു. ഇനി എന്ത് സംഭവിക്കും? അഭിനവ് അയാളോട് പേര് ചോദിച്ചപ്പോൾ അയാൾ അബിയെ ദേഷ്യത്തോടെ നോക്കി. പക്ഷെ അടുത്ത നിമിഷം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒടുവിൽ ആ പുഞ്ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറി. നീ കുറച്ച് ഓവറാണല്ലോടാ. നീ ആരോടാ ചോദിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അയാൾ അബിയെ നോക്കി ചോദിച്ചു. അപ്പോൾ അബിയും അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഓവറായതുപോലെ നിനക്ക് തോന്നിയല്ലേ? അത് വെറും തോന്നലല്ല, സത്യമാ. ഞാനിവിടെ വന്നത് സെക്രട്ടറിയും ഓവറോൾ ഹെഡിനെ ഒന്ന് കാണാൻ വേണ്ടിയാ. പക്ഷെ ഇവിടെ കയറിയപ്പോൾ ഏതോ ബാറിലേക്ക് കയറിയതുപോലെയായിരുന്നു. നിങ്ങളൊക്കെ ആരാന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇത്തിരി ഓവറായല്ലേ പറ്റൂ. അബി അതേ രീതിയിൽ മറുപടി കൊടുത്തു. അബി തന്നെ മനഃപൂർവ്വം കളിയേക്കാണെന്ന് അവന് മനസ്സിലായി. അതോടെ അവൻ ദേഷ്യത്തോടെ അബിയുടെ അരികിലേക്ക് വന്ന് അവന്റെ കോളറിൽ പിടിച്ചു വലിച്ച് തന്റെ അരികിലേക്ക് അടുപ്പിച്ചു. ഈ രഞ്ജിത്തിനോട് ഇന്ന് വരെ ആരും ഇത്ര ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയുന്നത്, അയാൾ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞു. അഭിനവ് ഒരു നിമിഷം രഞ്ജിത്തിനെ നോക്കി. അപ്പം നിങ്ങളാണോ ഓവറോൾ ഹെഡ് രഞ്ജിത്ത് സാർ? അബി അയാളോട് ചോദിച്ചു. അത് കേട്ടതും പിന്നിൽ നിന്നവർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. രഞ്ജിത്ത് അഭിനവന്റെ കോളറിൽ നിന്ന് വിട്ട് അവരോടൊപ്പം ചേർന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു യുവതി അബിയുടെ അരികിലേക്ക് വന്നു. ഇയാൾ ഒരു ന്യൂ ജോയിൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. അഭിനവ് ഇത് കേട്ട് അവളുടെ നേരെ നോക്കി. ഓ, അപ്പം നമ്മുടെ യുദ്ധഭൂമിയിലെ പുതിയ ഭടനാണല്ലേ ഇത്? മറ്റൊരാൾ പറഞ്ഞു. ശേഷം അവരിലൊരാൾ ഒരു ഷാമ്പയിൻ കുപ്പി തുറന്നു. അപ്പം ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ഡ്രിങ്ക് അല്ലേ? നേരത്തെ കണ്ട പെൺകുട്ടി ചോദിച്ചു. അപ്പോൾ പിന്നിൽ നിന്നും മറ്റൊരു കുട്ടി ഷാമ്പയിൻ തുറന്ന ആളുടെ അരികിലേക്ക് ചെന്നു. എന്നാ പിന്നെ എനിക്കും കൂടി ഒരെണ്ണം ഒഴിക്ക്, അവൾ പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി ഈ ബോട്ടിൽ ഫിനിഷ് ചെയ്തോ, ഞാൻ ഈ വൈൻ കുടിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞൊരു യുവാവ് വൈൻ കുപ്പി നോക്കി അതിനരികിലേക്ക് നീങ്ങി. പക്ഷെ അവൻ അത് എടുക്കാൻ പോകുമ്പോഴേക്കും കുപ്പി അവന്റെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണ് പൊട്ടി. വാവ്! എല്ലാവരും അത് കണ്ട് ഞെട്ടി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അഭിനവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ആരാണ് ഇവിടുത്തെ ഹെഡ്? ഇത് വല്ല സ്പെഷ്യൽ പാർട്ടിയോ മറ്റാണോ? എന്നാലും ഓഫീസിനുള്ളിലാണോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, എല്ലാത്തിനും ഉത്തരം ഒറ്റയടിക്ക് പറയണോ അതോ പതുക്കെ എല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊള്ളുമോ? അഭിനവന്റെ ചോദ്യത്തിന് മറുപടിയായി ഒരു പെൺകുട്ടിയുടെ മധുരമായ ശബ്ദം കേട്ടു. അഭിനവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി തന്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അത് മറ്റാരുമായിരുന്നില്ല, രഞ്ജിത്തിനൊപ്പം മേശയിലിരുന്ന് കിസ് ചെയ്ത പെൺകുട്ടി തന്നെയായിരുന്നു അത്. അഭിനവ് അവളെ കണ്ടത് മുഖം തിരിച്ചു. ആ പെൺകുട്ടിയോട് അവന് നേരത്തെ തന്നെ വെറുപ്പ് തോന്നിയിരുന്നു. ഹലോ മാൻ, തനിക്കിപ്പോ എന്തിനാ ഹെഡിനെയൊക്കെ? അതാ നിൽക്കുന്നു രഞ്ജിത്ത്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞു. ഇവിടുത്തെ ഹെഡിനെ പോലും ഭരിക്കുന്നത് അവനാണ്. പുതിയ ജോയിനി എന്ന നിലയിൽ നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ഈ രഞ്ജിത്ത് പറയുന്ന പോലെ അനുസരിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് കുറച്ചു കാലം കൂടി ഇവിടെ സുഖമായിട്ട് പിടിച്ചു നിൽക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പടിയിറങ്ങേണ്ടി വരും. അവൾ ഒരു രഹസ്യം പോലെ അബിയോട് പറഞ്ഞു. അത് കേട്ടതും അബി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്തിനാണ് അവൾ രഞ്ജിത്തിനെ കിസ് ചെയ്യാൻ അനുവദിച്ചത് എന്നതിന്റെ ഏകദേശ രൂപം അവന് കിട്ടി. അപ്പോ ഈ ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരിക്കും നേരത്തെ ഞാൻ വരുമ്പോ കണ്ട കുത്സിത പ്രവൃത്തി നീ ചെയ്തതല്ലേ? അബി അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ തന്നോട് പ്രതികരിക്കുമെന്നായിരുന്നു അബി കരുതിയത്. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും രഞ്ജിത്ത് അവരുടെ അരികിലേക്ക് വന്നു.